രാവിലെ ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ആഹാരം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, പിന്നെ അത് തന്നെ തുടരുന്നു. മറ്റൊന്നും ചെയ്യാനില്ല. ആത്മഹത്യയെക്കുറിച്ച് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അത് ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ല. ഇങ്ങനെ പോയാൽ ഞാൻ വലിയ ഡിപ്രഷനിലായി പോകും. ചിലപ്പോൾ ഒരു മെന്റൽ പേഷ്യൻ്റായെന്നും വരും. അതിനു മുമ്പ് എനിക്കിതിൽ നിന്ന് പുറത്ത് കടന്നേ പറ്റൂ. അതിനിതല്ലാതെ മറ്റൊരു വഴി എൻ്റെ മുന്നിലില്ല. അത് ശരി. അപ്പൊ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി വെറുതെ ഉണ്ടാക്കിയതൊന്നും അല്ല ഇതൊന്നും. എന്നെ ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെയാണ്. കാണിച്ചു തരാം ഞാൻ. അവന്തികേട്ടത്തെ ഡിവോഴ്സ് ചെയ്യാൻ അച്ഛൻ സമ്മതിച്ചു എന്ന് തന്നെ വിചാരിക്കുക. എന്നിട്ട് നന്ദേട്ടൻ എന്ത് ചെയ്യാനാ? ഞാൻ സന്ധ്യയെ വിവാഹം കഴിക്കും. ഞങ്ങൾ രണ്ടുപേരും മനസ്സുകൊണ്ട് വല്ലാതെ അടുത്തുപോയി. ഇനി പരസ്പരം വേർപിരിയാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. അപ്പൊ എന്റെ കണക്കൂട്ടലുകൾ തെറ്റിയില്ല. എന്നെ കളഞ്ഞിട്ട് അവളോടൊപ്പം ജീവിക്കണമല്ലേ? അതിലും നല്ലത് നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവുന്നതാ. ബാക്കിയും കൂടെ പറ, കേക്കട്ടെ. പരസ്പരം ഇഷ്ടമില്ലാത്ത രണ്ടുപേരുടെ ജീവിതം നരകതുല്യമായിരിക്കും. ഞാനിപ്പോൾ അനുഭവിക്കുന്നതും അതാണ്. അതിലും നല്ലതല്ലേ ഇഷ്ടമുള്ള രണ്ടുപേര് തമ്മിൽ കുറച്ചു നാളെങ്കിലും ഒരുമിച്ച് ജീവിക്കുന്നത്. ഇക്കാര്യം നന്ദേട്ടൻ സന്ധ്യ ഡോക്ടറോട് സംസാരിച്ചോ? സംസാരിച്ചു. ആദ്യം സന്ധ്യ സമ്മതിച്ചില്ല. ഞാൻ ഒരുപാട് നിർബന്ധിച്ചപ്പോഴാണ് അവളത് സമ്മതിച്ചത്. ഇന്ന് തന്നെ അർച്ചന ഈ കാര്യം അച്ഛനുമായിട്ട് സംസാരിച്ചൊരു തീരുമാനം ഉണ്ടാക്കി തരണം. ഇല്ലെങ്കിൽ എനിക്ക് കടുത്ത ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എന്ന് പറഞ്ഞ എനിക്ക് ഈ വീടും നിങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വരും. ചിലപ്പോ അതിന്റെ അവസാനത്തെ യാത്രയായെന്ന് വരും. നന്ദേട്ടാ, എന്തൊക്കെയാ പറയുന്നേ? എന്റെ തീരുമാനം ഇതാണ്. ഇനി അർച്ചനയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ജീവിതവും മരണവും എനിക്ക് മുന്നിൽ ഒരേപോലെയാണ്. ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. രണ്ടിലേക്ക് ഒരേ ദൂരമാണ്. അർച്ചന അത് മനസ്സിലാക്കി അച്ഛനോട് സംസാരിക്കണം. നന്ദേട്ടാ, അർച്ചനയാണ് മീഡിയേറ്റർ. ജീവിതത്തിലേക്കും മരണത്തിലേക്കും ഒരേ ദൂരമാണെങ്കിൽ പിന്നെ സന്ധ്യയോടൊപ്പം ജീവിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ മരണത്തിലേക്ക് തന്നെ പോകുന്നതാ.